ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി തെരഞ്ഞെടുപ്പ് മൊത്തം EVM ക്രമക്കേട് കൊണ്ട് ജനങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ വരികയാണ്. എന്ന് വെച്ചാൽ കേരളം ഒഴിച്ച് കേരളം, തമിഴ്നാട് ഒഴിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം EVM ക്രമക്കേട് നടത്തി, വോട്ട് തട്ടിപ്പ് നടത്തി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 1 മണിവരെ 6500 വോട്ടിന് തോറ്റു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് 1.5 ലക്ഷത്തിന് ലീഡ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 4.5 ലക്ഷം വോട്ട് കിട്ടിയ നരേന്ദ്രമോദിക്ക് ഇപ്രാവശ്യം ജനപിന്തുണ നഷ്ടപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഉത്തർപ്രദേശിൽ വാരണാസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വെച്ചാൽ BJPയുടെ കാര്യം കട്ടപ്പുകയാണ്. EVM ക്രമക്കേടും കള്ളവോട്ടും ഒരു റൂമിൽ തന്നെ 80ഉം 100ഉം വോട്ടുകൾ ചേർക്കുകയും ലക്ഷക്കണക്കിന് വോട്ടുകൾ ചേർത്ത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അധികാരത്തിൽ വന്ന BJP വീണ്ടും ബീഹാറിലും ആ തട്ടിപ്പ് നടത്താൻ നിൽക്കുകയാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടെങ്കിലും പരിമിതമായി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ. എന്നാൽ ഈ വോട്ട് തട്ടിപ്പ് നടത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇന്ത്യ രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ട നടപടി സുപ്രീം കോടതി സ്വീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പരാതി പല പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയിട്ടും അതിന് പരിഹാരം കാണാത്ത സർക്കാരാണ് BJP സർക്കാർ. എന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നും പിന്നെ ഡീസലിൻ്റെ വില 50 രൂപയ്ക്ക് നൽകുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് ഇവർ. നേരത്തെ ഈ CPM-കാരും DYFI-ക്കാരും BJP-ക്കാരും കൂടി കപ്പ പുഴുങ്ങി തിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 72 രൂപയായ പെട്രോൾ വില ഇപ്പോൾ 109 രൂപയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പാവപ്പെട്ടവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പിണറായി സർക്കാരും നരേന്ദ്രമോദി സർക്കാരും ഒരേ തൂവൽ പക്ഷികളാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് മാത്രമാണ് ഇവർക്ക് ഉള്ള പരിഹാരം ചെയ്യാത്ത. നേരത്തെ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 28 രൂപയ്ക്ക് അരി കൊടുത്ത സർക്കാരായിരുന്നു UDF സർക്കാർ. അന്ന് പെട്രോൾ ഡീസൽ വില കൂടി 2-3 പ്രാവശ്യം കൂടിയപ്പോൾ ആ പെട്രോൾ ഡീസൽ വിലയുടെ തിരൂപ നികുതി വേണ്ട എന്ന് വെച്ച സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇപ്പോൾ എല്ലാം കൊള്ള നടത്തുന്ന പിണറായി സർക്കാരും എല്ലാം കൊള്ള നടത്തുന്ന BJP സർക്കാരും ഈ നാടിന് ശാപമായി മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അരി നേരത്തെ 28 രൂപയ്ക്ക് വിറ്റ അരി ഇപ്പോൾ 45ഉം 50ഉം രൂപയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും തീ വിലയാണ്. ഇപ്പോൾ 108 രൂപ 107 രൂപയാണ് പെട്രോൾ വില. നേരത്തെ 400 രൂപയ്ക്ക് ഗ്യാസ് കൊടുത്താണ് കേന്ദ്ര സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ. അന്ന് രാഹുൽ ഗാന്ധി 10 കുറ്റി ഒരു വർഷത്തിൽ കൊടുക്കേണ്ടത് 12 കുറ്റിയാക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ ബഹളം വെച്ച ഒരു രാഹുൽ ഗാന്ധിയാണ് കാണപ്പെട്ടത്. ഇന്ന് 12 കുറ്റിയാണ് കിട്ടുന്നത്. 420 രൂപയ്ക്ക് വിറ്റ ഗ്യാസ് ഇപ്പോൾ എങ്ങനെയാണ് 1000 രൂപയായത്? 200 രൂപ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2200 രൂപ കുറച്ചിട്ട് ഇപ്പോൾ 50 രൂപ കൂട്ടിയിരിക്കുകയാണ്. അന്ന് ഒരു ഡോളറിന് 140 ഇന്ന് 50-ൽ താഴെയാണ്. 50-ഉം 30 രൂപയ്ക്കും 40 രൂപയ്ക്കുമാണ് പെട്രോൾ ഡീസൽ എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ വന്നാൽ തീവട്ടിക്കൊള്ള നടത്തി ജനങ്ങളെ തട്ടിപ്പ് നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച് തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഇറക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
തൊഴിലുറപ്പ് മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് ഇറക്കുമ്പോൾ കളപണി, നടിയൽ, കളപറിക്കൽ, കൊയ്ത്ത് മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത്യാവശ്യത്തിന് കൊയ്യുന്നതിനും തൊഴിലുറപ്പ് മേഖലയിൽ ഇറക്കിവിട്ട് ജനങ്ങൾക്ക് തെങ്ങുംതടം തുറക്കുക, മറ്റുള്ള പരിപാടികളെല്ലാം ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ 1600 രൂപ പെൻഷൻ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ 1600 പെൻഷൻ കൊടുക്കുന്നതിന് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂട്ടുകയും വാട്ടർ ചാർജ് കൂട്ടുകയും ഇലക്ട്രിസിറ്റി ബില്ല് 4 ഇരട്ടിയായി കൂട്ടുകയും കുടിവെള്ളത്തിന് 4 ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്ത സർക്കാരാണ് പിണറായി സർക്കാർ. കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ജനങ്ങൾക്കൊപ്പമല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കി വോട്ട് തട്ടി അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു. അത് കള്ള വോട്ടും മറ്റുള്ളതൊക്കെല്ലാം ചെയ്തിട്ടാണ് ഇവർ അധികാരത്തിൽ വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സത്യസന്ധമായി വോട്ട് നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ള സമയത്തെല്ലാം കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴെല്ലാം ഓപ്പൺ വോട്ടും കള്ള വോട്ടും ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം CPM-ഉം BJP-യും കേരളത്തിലും ഇന്ത്യയിലും ജയിച്ചിട്ടുണ്ട്. അതാണ് കള്ളത്തരങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ജനങ്ങൾ അണിനിരക്കുകയും അതിനുവേണ്ട നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ തൊഴിലില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശ രാജ്യങ്ങളിലും അന്തർ സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയിലും ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം, ഇൻഡസ്ട്രീസ് ഏരിയ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൃഷി 2 ജില്ലകൾ മാത്രമേ ഉള്ളൂ, പാലക്കാടും ആലപ്പുഴയും. മദ്യവും ലോട്ടറിയുമാണ് ഇവിടുത്തെ ഏക വരുമാനം. ഇത് ഒഴിവാക്കി ഈ കോയമ്പത്തൂർ പോലെ, ഗുജറാത്ത് പോലെ, ആന്ധ്രാപ്രദേശ് പോലെ, തെലുങ്കാന പോലെ എന്നീ സംസ്ഥാനങ്ങളിൽ തുണി മില്ലുകളും ഫാക്ടറികളും കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലെ ഒരു വരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 1.5 ലക്ഷം കോടിയാണ് കടം. 10 മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോൾ. ഇപ്പോൾ വന്ന് ഭരിക്കുന്നത് പിണറായി സർക്കാർ വന്ന് 5,40,000 കോടിയാണ് കേരളത്തിൻ്റെ കടം, പൊതുകടം. നമ്മളൊന്നും എടുക്കാത്ത കടമാണ്. നമ്മളെ കടങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും ഈ സർക്കാർ എടുത്ത് ധൂർത്തിന് ഒരു കുറവുമില്ല പിണറായി സർക്കാരിനും നരേന്ദ്രമോദിക്കും. അപ്പോൾ ഇത് തീവട്ടിക്കൊള്ള നടത്തുന്നത് എന്നും വിലപ്പോകുമെന്ന് ഇവർ ധരിക്കുകയും വേണ്ട. അടുത്ത പ്രാവശ്യം ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ പറഞ്ഞു.